എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീംസിനെ കുറിച്ചാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീംസ്, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബീം എന്ന് വെച്ചാൽ എന്താണ്? ബീം ഈസ് എ സ്ട്രക്ചറൽ മെമ്പർ ദാറ്റ് ഈസ് ഡിസൈൻ ടു സപ്പോർട്ട് ദി അപ്ലൈഡ് ലോഡ്. അപ്ലൈഡ് ലോഡ് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചറൽ മെമ്പറിനെയാണ്, ഇത് ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് ബീം എന്ന് പറയുന്നത്. ഇറ്റ് റെസിസ്റ്റ് ദ അപ്ലൈഡ് ലോഡിംഗ് ബൈ എ കോമ്പിനേഷൻ ഓഫ് ഇന്റേണൽ ട്രാൻസ്ഫർ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റും. അപ്പോൾ ബീം എങ്ങനെയാണ് ഈ ലോഡ്, അപ്ലൈഡ് ലോഡിനെ റെസിസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്. ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഒരു ബീം ഒരു അപ്ലൈഡ് ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. Okay, it is perhaps the most important and widely used structural members and can be classified according to its support conditions. Support conditions അനുസരിച്ച് നമ്മൾ ബീംസിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ബീമിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ് ഏതൊക്കെയാണ് നോക്കുന്നത്. Okay, it is grouped into 3 categories depending on the number of reactions they exert on the structures. സ്ട്രക്ചേഴ്സിൽ വരുന്ന റിയാക്ഷൻസ് അനുസരിച്ച് നമ്മൾ 3 ആയിട്ടാണ് സപ്പോർട്ട്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. റോളർ സപ്പോർട്ട്, ഹിഞ്ച് സപ്പോർട്ട്, ഫിക്സഡ് സപ്പോർട്ട്. റോളർ, ഹിഞ്ച്, ഫിക്സ്ഡ്, അങ്ങനെ 3 ടൈപ്പാണ് ഉള്ളത്. ഇനി ഓരോന്ന് എന്താന്ന് നോക്കാം. റോളർ സപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ? റോളർ സപ്പോർട്ട്സ് ആർ ഫ്രീ ടു റൊട്ടേറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റ് അലോങ് ദ സർഫസ് അപ്പോൺ വിച്ച് ദ റോളർ റെസ്റ്റ്. അപ്പോൾ റോളർ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റ്, റൊട്ടേഷണൽ മോഷനും ട്രാൻസ്ലേഷണൽ മോഷനും എലോങ് ദി സർഫസ്. റോളർ റെസ്റ്റ് ചെയ്യുന്ന സർഫസിൽ കൂടെ റൊട്ടേഷണൽ മോഷനും പോസിബിൾ ആണ്, ട്രാൻസ്ലേഷണൽ മോഷനും പോസിബിൾ ആണ്. ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ട്രാൻസ്ലേഷണൽ മോഷനും റൊട്ടേഷണൽ മോഷനും. ഓക്കെ, ദ സർഫസ് ക്യാൻ ബി ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ഓർ സ്ലോപ്ഡ് അറ്റ് എനി ആംഗിൾ. സർഫസ് എന്നുള്ളത് ഹൊറിസോണ്ടൽ ആയിരിക്കാം, വെർട്ടിക്കൽ ആയിരിക്കാം, സ്ലോപ്ഡ് ആയിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ഇറ്റ് സപ്പോർട്ട്സ് ആർ ഫ്രീ ടു റൊട്ടേറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റ് along the surface. Okay, the resulting reaction force is always a single force that is perpendicular to and away from the surface. അപ്പോൾ റിസൾട്ടിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിംഗിൾ ഫോഴ്സ് ആയിരിക്കും, വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ആൻഡ് അവേ ഫ്രം ദ സർഫസ്. അപ്പോൾ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അതിൻ്റെ റിസൾട്ടിംഗ് റിയാക്ഷൻസ് വരുന്നത്. അപ്പോൾ റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫ്രീ ടു റൊട്ടേറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫിഗർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റോളർ സപ്പോർട്ടിൻ്റെ ഫിഗർ എങ്ങനെയാണ് റൊട്ടേഷണൽ മോഷനും ട്രാൻസ്ലേഷണൽ മോഷനും ഒക്കെ വരുന്നതെന്ന് കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് ഹിഞ്ച് സപ്പോർട്ട്. ഹിഞ്ച് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ക്യാൻ റെസിസ്റ്റ് ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ബട്ട് നോട്ട് എ മൊമെൻറ്റ്. ഹൊറിസോണ്ടൽ ഫോഴ്സും വെർട്ടിക്കൽ ഫോഴ്സും ഇതിന് റെസിസ്റ്റ് ചെയ്യാം, പക്ഷെ മൊമെൻറ്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സപ്പോർട്ടിനാണ് ഹിഞ്ച് സപ്പോർട്ട് എന്ന് പറയുന്നത്. ദേ വിൽ അലൗ ദ സ്ട്രക്ചറൽ മെമ്പർ ടു റൊട്ടേറ്റ് ബട്ട് നോട്ട് ടു ട്രാൻസ്ലേറ്റ് ഇൻ എനി ഡയറക്ഷൻ. അപ്പോൾ റൊട്ടേഷൻ അവിടെ പോസിബിൾ ആണ്, പക്ഷെ ട്രാൻസ്ലേഷണൽ മോഷൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിന് ഹൊറിസോണ്ടൽ ഫോഴ്സും വെർട്ടിക്കൽ ഫോഴ്സും റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ മൊമെൻറ്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രക്ചർ മെമ്പർ റൊട്ടേറ്റ് ചെയ്യും, പക്ഷേ ട്രാൻസ്ലേഷണൽ മോഷൻ ഇൻ എനി ഡയറക്ഷൻ അത് പറ്റില്ല. Okay, pin or hinge support is used when we need to prevent the structure from moving or restrain its translational degree of freedom. അപ്പോൾ പിൻ സപ്പോർട്ട് അല്ലെങ്കിൽ ഹിഞ്ച് സപ്പോർട്ട് യൂസ് ചെയ്യുന്നത് നമ്മളൊരു സ്ട്രക്ചറിനെ മൂവിങ് അല്ലെങ്കിൽ എന്താ പറയുക റെസ്ട്രെയിൻ ചെയ്യുക, അതിൻ്റെ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിൻ അല്ലെങ്കിൽ ഹിഞ്ച് സപ്പോർട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എ ഹിഞ്ച് ഇസ് എ ടൈപ്പ് ഓഫ് ബെയറിംഗ് ദാറ്റ് കണക്ട് ടു സോളിഡ് ഒബ്ജക്ട്സ് ടിപ്പിക്കലി അലോയിങ് ഓൺലി ലിമിറ്റഡ് ആംഗിൾ ഓഫ് റൊട്ടേഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ അതെന്ന് പറയുന്നത് ഹിഞ്ച് എന്ന് പറയുന്നത് ഒരു ബെയറിംഗ് ആണ്, രണ്ട് സോളിഡ് ഒബ്ജക്റ്റിനെ കണക്ട് ചെയ്യാനുള്ള ഒരു ബെയറിംഗ് ആയിട്ട് അത് ആക്ട് ചെയ്യും. ഇറ്റ് അലോയിങ് എ ലിമിറ്റഡ് റൊട്ടേഷൻ, ലിമിറ്റഡ് ആംഗിൾ ഓഫ് റൊട്ടേഷൻ ആണ് അത് തമ്മിൽ അലോ ചെയ്യുള്ളൂ. ഹിഞ്ച് സപ്പോർട്ടൊക്കെ നമ്മൾ വാതിലിൻ്റെ ഹിഞ്ചൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ, അത് തന്നെയാണ് ഹിഞ്ച് സപ്പോർട്ടിന് പറയുന്നത്, വാതിലിനൊക്കെ വയ്ക്കുന്ന ഹിഞ്ച്. Okay, two objects connected by an ideal hinge rotate relative to each other about a fixed axis of rotation. ഒരു ഫിക്സഡ് ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ വെച്ചിട്ട് നമ്മുടെ രണ്ട് ഒബ്ജക്ട്സ് കണക്ട് ചെയ്യാം, ഒരു ഹിഞ്ച് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ റൊട്ടേഷണൽ മോഷൻ നമുക്ക് അലോ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിഗറിൽ നിന്ന് നമുക്ക് ഹിഞ്ച് സപ്പോർട്ട് കാണാൻ സാധിക്കും. വെർട്ടിക്കൽ ഫോഴ്സും ഹൊറിസോണ്ടൽ ഫോഴ്സും ഒക്കെ ഉണ്ടാവും, പക്ഷെ മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തത് ഫിക്സഡ് സപ്പോർട്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് ഫിക്സഡ് സപ്പോർട്ടാണ്. ഇറ്റ് ക്യാൻ റെസിസ്റ്റ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആസ് വെൽ ആസ് മൊമെൻറ്റ്. അപ്പോൾ ഇതിൽ 3 പറ്റും. ഹൊറിസോണ്ടൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാം, വെർട്ടിക്കൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാം, അതേപോലെ മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാം. Okay, since they restrain both rotational and translation, they are also known as rigid support. റൊട്ടേഷണൽ മോഷനും ട്രാൻസ്ലേഷണൽ മോഷനും ഒക്കെ റെസ്ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെ തന്നെ ഫിക്സഡ് സപ്പോർട്ട് അല്ലെങ്കിൽ റിജിഡ് സപ്പോർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 3 തരം സപ്പോർട്ടുകളാണ് ഉള്ളത്. നമ്മൾ പറഞ്ഞു അല്ലേ, ഹിഞ്ച്ഡ് സപ്പോർട്ട്,
ഫിക്സഡ് സപ്പോർട്ട് അല്ലെങ്കിൽ റിജിഡ് സപ്പോർട്ട്, റോളർ സപ്പോർട്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീംസ് ഒക്കെയാണ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീംസ്? കാൻഡിലിവർ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഓവർ ഹാങ്ങിങ് ബീം, ഫിക്സഡ് ബീം, കണ്ടിന്യൂസ് ബീം. അങ്ങനെ 5 ടൈപ്പ് ബീമാണുള്ളത്. കാൻഡിലിവർ, സിംപ്ലി സപ്പോർട്ടഡ്, ഫിക്സ്ഡ്, ഓവർ ഹാങ്ങിങ് ആൻഡ് കണ്ടിന്യൂസ്. കാൻഡിലിവർ ബീം എന്ന് വെച്ചാൽ എന്താണ്? കാൻഡിലിവർ എ ബീം വിച്ച് ഈസ് ഫിക്സ്ഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഫ്രീ അറ്റ് ദി അതർ എൻഡ്. ഒരു സൈഡ് ഫിക്സ്ഡ്, അതർ എൻഡ് ഫ്രീ ആണെങ്കിൽ അതിനെ നമ്മൾ കാൻഡിലിവർ ബീം എന്നാണ് പറയുന്നത്. നമുക്ക് ഫിഗറിൽ നിന്ന് കാണാൻ പറ്റില്ല ഒരു കാൻഡിലിവർ ബീം എങ്ങനെയാണ്. വൺ സൈഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, അതർ എൻഡ് ഫ്രീ ആയിരിക്കും. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. എ ബീം സപ്പോർട്ടഡ് ഓർ റെസ്റ്റിംഗ് ഫ്രീലി ഓൺ ദ സപ്പോർട്ട്സ് അറ്റ് ബോത്ത് ഇറ്റ്സ് എൻഡ്. അതായത് ഒരു ബീം സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഫ്രീലി ഓൺ ദി സപ്പോർട്ട്സ് അറ്റ് ബോത്ത് എൻഡ്സ്. രണ്ട് എൻഡ്സിലുള്ള സപ്പോർട്ട്സിൽ ബീം റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്നാണ് പറയുന്നത്. രണ്ട് എൻഡ്സിലും സപ്പോർട്ട്സ് ഉണ്ടാവുക. ഓക്കെ, എ സിംപ്ലി സപ്പോർട്ടഡ് ബീം സപ്പോർട്ട് അറ്റ് ബോത്ത് എൻഡ്സ് വിത്ത് ലോഡ്സ് അപ്ലൈഡ് ബിറ്റ്വീൻ ദി സപ്പോർട്ട്സ്. അപ്പോൾ ലോഡ്സ് ഈ സപ്പോർട്ട്സിൻ്റെ ഇടയിലായിരിക്കും ലോഡുകൾ അപ്ലൈ ചെയ്യുക. അത് കോൺസെൻട്രേറ്റഡ് ലോഡായിരിക്കാം, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡായിരിക്കാം, യൂണിഫോംലി വാരിയിങ് ലോഡായിരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് സപ്പോർട്ട്സിൻ്റെ ഇടയിലായിരിക്കും അതിൻ്റെ ലോഡ് വരുന്നത്. രണ്ട് എൻഡ്സിലും സപ്പോർട്ടുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളതിനാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് ഫിക്സഡ് ബീമാണ്. The beam whose both ends are fixed and is restrained against rotation and vertical movement. അപ്പോൾ ബീമിൻ്റെ രണ്ട് എൻഡും ഫിക്സ്ഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ഫിക്സഡ് ബീം എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് റെസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ ആൻഡ് വെർട്ടിക്കൽ മൂവ്മെൻറ്റ്. വെർട്ടിക്കൽ മൂവ്മെൻറ്റിന് റൊട്ടേഷനെ അത് റെസ്ട്രെയിൻ ചെയ്യും. ഇതിനെ ബിൽറ്റ് ഇൻ ബീം അല്ലെങ്കിൽ എൻകാസ്റ്റേർഡ് ബീം എന്ന് പറയുന്നുണ്ട്. ഫിക്സഡ് ബീമിൻ്റെ വേറൊരു പേരാണ് ബിൽറ്റപ്പ് ബീം അല്ലെങ്കിൽ എൻകാസ്റ്റേർഡ് ബീം. ബിൽറ്റപ്പ് ബീം അല്ലെങ്കിൽ എൻകാസ്റ്റേർഡ് ബീം എന്ന് പറയുന്നത് ഫിക്സഡ് എൻഡ് ബീമാണ്. അതിൻ്റെ എൻഡ്സ് റിജിഡ്ലി ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, അടുത്ത ടൈപ്പ് ഓവർ ഹാങ്ങിങ് ബീം. ഇഫ് ദ എൻ പോർഷൻ ഓഫ് എ ബീം ഈസ് എക്സ്റ്റെൻഡഡ് ഔട്ട്സൈഡ് ദ സപ്പോർട്ട്. ഈ സിംപ്ലി സപ്പോർട്ടഡ് രണ്ട് എൻഡിലും സപ്പോർട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ എൻ പോർഷൻ എന്ന് പറയുന്നത് സപ്പോർട്ടിനേക്കാളും ഔട്ട്സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഓവർ ഹാങ്ങിങ് ബീം എന്നാണ് പറയുന്നത്. ദ എൻ പോർഷൻ ഓഫ് ദ ബീം എന്ന് പറയുന്നത് സപ്പോർട്ടിൻ്റെ ഔട്ട്സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ബീമിനാണ് ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ബീം. കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബീം വിച്ച് ഈസ് പ്രൊവൈഡഡ് വിത്ത് മോർ ദാൻ 2 സപ്പോർട്ട്സ്. രണ്ട് സപ്പോർട്ടിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ബീമിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത്. മോർ ദാൻ 2 സപ്പോർട്ട്സ്, രണ്ട് സപ്പോർട്ടിനേക്കാൾ കൂടുതലുള്ള ബീമിനെ നമ്മൾ കണ്ടിന്യൂസ് ബീം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് റെസിസ്റ്റൻസ് ടു ബെൻഡിങ് വെൻ എ ലോഡ് ഓർ ഫോഴ്സ് ഈസ് അപ്ലൈഡ്. അപ്പോൾ ബെൻഡിങ്ങിന് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും നമ്മുടെ കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത്. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രിഡ്ജസിലാണ്. ബീം ഓഫ് ദിസ് ടൈപ്പ് ഹാസ് മോർ ദാൻ 2 പോയിന്റ്സ് ഓഫ് സപ്പോർട്ട് അലോങ് ഇറ്റ്സ് ലെങ്ത്. പൊതുവെ യൂസ് ചെയ്യുന്നത് ബ്രിഡ്ജസിലൊക്കെയാണ്. അങ്ങനെയുള്ള ബീമാണ് കണ്ടിന്യൂസ് ബീം. അപ്പോൾ 5 ടൈപ്പ് ബീം പറഞ്ഞു: കണ്ടിന്യൂസ് ബീം, ഫിക്സഡ് ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം, കാൻഡിലിവർ ബീം, ഓവർ ഹാങ്ങിങ് ബീം. ഇനി നമുക്ക് പറയാനുള്ളത് എങ്ങനെയൊക്കെയാണ് അതിൽ ലോഡ്സുകൾ വരുന്നത്, ടൈപ്പ് ഓഫ് ലോഡ്സ് ഏതൊക്കെയാണ് അതിൽ വരുന്നത്. 4 ടൈപ്പ് ലോഡുകളാണ് വരുന്നത്. ഒന്ന് കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ പോയിന്റഡ് ലോഡ്, പിന്നെ ഒന്ന് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, പിന്നെ ഒന്ന് യൂണിഫോംലി വാരിയിങ് ലോഡ്, പിന്നത്തേത് കോൺസെൻട്രേറ്റഡ് മൊമെൻറ്റം. അങ്ങനെ 4 ടൈപ്പാണ് വരുന്നത്. കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ പോയിന്റ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോൺസെൻട്രേറ്റഡ് ലോഡ് അസ്യൂംഡ് ടു ആക്ട് അറ്റ് എ പോയിന്റ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഇൻട്രൊഡ്യൂസ് എ ഓവർ സിംപ്ലിഫിക്കേഷൻ സിൻസ് ഓൾ പ്രാക്ടിക്കൽ ലോഡിംഗ് സിസ്റ്റം മസ്റ്റ് ബി അപ്ലൈഡ് ഓവർ എ ഫൈനൈറ്റ് ഏരിയ. അപ്പോൾ അതായത് കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യണ, കോൺസെൻട്രേറ്റഡ് ലോഡ് അല്ലെങ്കിൽ പോയിന്റ് ലോഡ് എന്നാണ് പറയുന്നത്. ഒരു പോയിന്റിൽ ആക്ട് ചെയ്യണ ലോഡിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ലോഡുകൾ വരുന്നത് എന്ന് നോക്കാം. അടുത്ത ടൈപ്പ് നമ്മൾ പറഞ്ഞത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്സ് ആയിരിക്കും, അതായത് അതിൽ യൂണിഫോംലി അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെയുള്ള ലോഡിനെയാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് യൂണിഫോംലി വാരിയിങ് ലോഡ് ആയിരിക്കും. അപ്പോൾ 0 മുതൽ മാക്സിമം വരെ ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ലോഡിനെയാണ് യൂണിഫോംലി വാരിയിങ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, the loads bends the beam and try to shear through it. അപ്പോൾ ലോഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബീമിൽ ആക്ട് ചെയ്യുമ്പോൾ അതിൽ ബെൻഡ് ചെയ്തിട്ട് ഷിയർ ചെയ്യാനുള്ള ടെൻഡൻസി, ട്രൈ ടു ഷിയർ ചെയ്യും. അതിന് ഷിയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുകയും ചെയ്യും. ബെൻഡ് ചെയ്യുകയും ചെയ്യും, അതുപോലെ ഷിയർ ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുകയും കൂടി ചെയ്യും. ഇനി നമുക്ക് ഒരു ബീമിലെ ഇൻറ്റേർണൽ റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. At any cut in a beam there are 3 possible internal reactions required for equilibrium. അപ്പോൾ ഒരു ബീമിൽ എന്തെങ്കിലും ഒരു കട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഇക്വിലിബ്രിയത്തിലാവണമെന്നുണ്ടെങ്കിൽ 3 ഇൻറ്റേർണൽ റിയാക്ഷൻസ് അവിടെ പോസിബിൾ ആവും. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നോർമൽ ഫോഴ്സ്, പിന്നെ ഒന്ന് ഷിയർ ഫോഴ്സ്, പിന്നെ ഒന്ന് ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ ഈ 3 ഇൻറ്റേർണൽ റിയാക്ഷൻസ് അവിടെ ഡെവലപ്പ് ചെയ്യും എന്തെങ്കിലും ഒരു കട്ട്, എന്തെങ്കിലും ഒരു ലോഡ് എന്തെങ്കിലും ആക്ട് ചെയ്യുകയാണെങ്കിൽ.
അപ്പോൾ അതിന് നമുക്ക് എന്താണ് ഈ ഷിയർ ഫോഴ്സ്, എന്താണ് ഈ ബെൻഡിങ് മൊമെൻറ്റ് എന്നൊക്കെ നോക്കാം. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓൾജിബ്രിക് സം ഓഫ് ദ വെർട്ടിക്കൽ ഫോഴ്സസ് ആക്ടിങ് ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് എ കട്ട് സെക്ഷൻ അലോങ് ദ സ്പാൻ ഓഫ് ദ ബീം. ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ബീമിൽ വരുന്ന എല്ലാ വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മേഷൻ. അത് ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ റൈറ്റ് ഓഫ് ദ സെക്ഷൻ ആയിരിക്കാം. ഒരു സെക്ഷനെ ലെഫ്റ്റും റൈറ്റും തിരിച്ചിട്ട് ഓൾജിബ്രിക് സം ഓഫ് ദ വെർട്ടിക്കൽ ഫോഴ്സസ് ആക്ടിങ് അലോങ് ദ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷനെ പറയാം, അതല്ലെങ്കിൽ റൈറ്റ് ഓഫ് ദ സെക്ഷനെ പറയാം. അതിനാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ബെൻഡിങ് മൊമെൻറ്റും അതുപോലെ തന്നെയാണ്. ഓൾജിബ്രിക് സം ഓഫ് ദ മൊമെൻറ്റ് ഓഫ് ദ ഫോഴ്സസ് ടു ദി ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ദ സെക്ഷൻ ടേക്കൺ അബൌട്ട് ദി സെക്ഷൻ. ഒരു സെക്ഷനെ രണ്ടായിട്ട് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് തിരിച്ചിട്ട് അതിലെ മൊമെൻറ്റിൻ്റെ ഓൾജിബ്രിക് സം, ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓൾജിബ്രിക് സമ്മോ റൈറ്റ് ഓഫ് ദ സെക്ഷനിലെ മൊമെൻറ്റിൻ്റെ ഓൾജിബ്രിക് സമ്മിനെയാണ് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഷിയർ ഫോഴ്സിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റ് സൈൻ കൺവെൻഷൻ വരുന്നതെന്ന് പറയാം. സൈൻ കൺവെൻഷൻ പറയുമ്പോൾ ലെഫ്റ്റ് സെക്ഷൻ ഡൗൺവേർഡും റൈറ്റ് സെക്ഷനിൽ അപ്വേർഡും വരികയാണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ഷിയർ എന്നാണ് പറയുന്നത്. നേരെ തിരിച്ച് ലെഫ്റ്റ് സെക്ഷൻ അപ്വേർഡും റൈറ്റ് സെക്ഷൻ ഡൗൺവേർഡും വരികയാണെങ്കിൽ അതിനെ നെഗറ്റീവ് ഷിയർ എന്നും പറയും. ഓക്കെ, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കുക. റൈറ്റ് അപ്വേർഡ്, ലെഫ്റ്റ് ഡൗൺവേർഡ്, റൈറ്റ് അപ്വേർഡ്, അതിനെ നമ്മൾ പോസിറ്റീവ് ഷിയർ എന്ന് പറയുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേത് നേരെ റിവേഴ്സ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ഡൗൺവേർഡ്, റൈറ്റ് അപ്വേർഡ്, അതിനെ നമ്മൾ പോസിറ്റീവ് ഷിയർ എന്ന് പറയും. അതുപോലെ തന്നെ നെഗറ്റീവ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്വേർഡ് മൊമെൻറ്റിനെയാണ്. രണ്ട് സൈഡിലേക്കും ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് അപ്വേർഡ് വരുന്ന മൊമെൻറ്റിനെയാണ് നമ്മൾ നെഗറ്റീവ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ താഴത്തേക്ക് വരുന്ന മൊമെൻറ്റിനെ, ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് ആണെങ്കിൽ താഴത്തേക്ക് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് മൊമെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാഗിങ് ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. സാഗിങ് ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ പോസിറ്റീവ് മൊമെൻറ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ താഴത്തേക്ക് വരുന്ന മൊമെൻറ്റ്, അതായത് ഹോഗിങ് ബെൻഡിങ് മൊമെൻറ്റിന്, ഒരു ബീമിനെ ഹോഗിക്കാൻ കാരണമാകുന്ന മൊമെൻറ്റിനെ നമ്മൾ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ബീം എടുത്തിട്ട് അതിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് വരുമ്പോൾ ഷിയർ ഫോഴ്സ് എന്താണ്, ബെൻഡിങ് മൊമെൻറ്റ് എന്താണ്, അതൊക്കെ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് കാൻറ്റിലിവർ ബീമിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞല്ലേ വൺ സൈഡ് ഫിക്സ്ഡ് അതർ എൻഡ് ഫ്രീ, അതിനാണ് കാൻറ്റിലിവർ ബീം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റ് ലോഡ് വരികയാണ്, അതിൻ്റെ ഫ്രീ എൻഡിൽ ഒരു പോയിന്റ് ലോഡ് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഷിയർ ഫോഴ്സ് വരിക? അപ്പോൾ പോയിന്റ് ലോഡ് ഈസ് ആക്ടിങ് അറ്റ് ദ ഫ്രീ എൻഡ്. നമ്മൾ എക്സ് എന്നൊരു സെക്ഷൻ എടുക്കുകയാണ്. ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബീം എന്ന് പറയുന്നത് L ആണ്. മറ്റേ സെക്ഷൻ എക്സിൽ എന്തായിരിക്കും അതിൽ വരുന്ന ലോഡ്? ഒരു പോയിന്റ് ലോഡ് നമ്മുടെ ഫ്രീ എൻഡിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അറ്റ് സെക്ഷൻ എക്സ് ഓൾസോ ഈ W തന്നെയായിരിക്കും. അതായത് W ഫ്രീ എൻഡിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രീ എൻഡ് മുതൽ ഫിക്സഡ് എൻഡ് വരെയുള്ള ആ ഭാഗത്ത് മൊത്തം സെയിം ഫോഴ്സ് തന്നെയായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. W എന്നൊരു ഫോഴ്സ് തന്നെയായിരിക്കും. ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം എന്ന് പറയുന്നത്. ഫുൾ ടൈം W ആയിരിക്കും. ഇനി അതിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്? ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അതിൽ ഫോഴ്സ് F ആണ്. അറ്റ് ഫ്രീ എൻഡിൽ ഡിസ്റ്റൻസ് X എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അടുത്ത ഫ്രീ എൻഡിൽ വരുന്ന മൊമെൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം മൊമെൻറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ ഫ്രീ എൻഡിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x = 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീ എൻഡിലെ മൊമെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി അറ്റ് ഫിക്സ്ഡ് എൻഡ് ആകുമ്പോഴേക്കും അറ്റ് x = L ആയിരിക്കും. x എന്ന് പറയുന്നത് L ആകുമ്പോൾ എന്ത് സംഭവിക്കും? മൊമെൻറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അറ്റ് സെക്ഷൻ എക്സ് മൊമെൻറ്റ് എന്ന് പറയുന്നത് W × X ആയിരിക്കും. സോ x = L. ഫിക്സഡ് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x = L ആണ്. സോ മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? W × L. അപ്പോൾ അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ഡൗൺവേർഡ് ട്രയാങ്കിൾ, അതായത് 0 അറ്റ് ദി ഫ്രീ എൻഡും WL എന്ന് പറയുന്ന ഇത് ഫിക്സഡ് എൻഡിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രയാങ്കിളിനെയാണ് നമ്മൾ നമ്മുടെ കാൻറ്റിലിവർ വിത്ത് ഫ്രീ എൻഡിൽ ഒരു ലോഡ്, കോൺസെൻട്രേറ്റഡ് ലോഡ് വരികയാണെങ്കിൽ അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം അങ്ങനെയായിരിക്കും. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് കാൻറ്റിലിവർ വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. കാൻറ്റിലിവർ വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുമ്പോൾ അതിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് യൂണിഫോംലി അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ അതിലത്തെ വരുന്ന ഫോഴ്സ് എന്തായിരിക്കും? W എന്ന് പറയുന്ന ഒരു ലോഡാണ് ആക്ട് ചെയ്യുന്നത്. സോ ഫോഴ്സ് = W × X ആയിരിക്കും. അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് W × X ആയിരിക്കും. സോ X എന്ന് പറയുന്നത് ഫ്രീ എൻഡിൽ 0 ആണ്. സോ അതുകൊണ്ട് തന്നെ ഫ്രീ എൻഡിലെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. ഫിക്സഡ് എൻഡിൽ x = L ആണ്. സോ ഫിക്സഡ് എൻഡിലെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് WL ആണ്. സോ അതിൽ എന്താ പറയുക, ഷിയർ ഫോഴ്സ് ഡയഗ്രം എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ വിത്ത് മുകളിലേക്കാണ് റെക്റ്റാങ്കിൾ വരുന്നത്, പോസിറ്റീവ് ആണ്. അപ്പോൾ 0 മുതൽ WL വരെ അങ്ങനെയാണ് അതിൻ്റെ ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ എൻഡിൽ 0 വരും, ഫിക്സഡ് എൻഡിൽ WL വരും.
ഇനി അതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്ന് പറയുന്നത് പറഞ്ഞു അല്ലേ, ഷിയർ ഫോഴ്സ് ഇൻറ്റു അതിലേക്കുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് W X ആണ്. ഇനി ആ സെക്ഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് X എന്നുള്ള ഡിസ്റ്റൻസിലാണല്ലോ നമ്മൾ സെക്ഷൻ കൺസിഡർ ചെയ്യണത്. അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x/2 ആയിരിക്കും. സോ മൊമെന്റ് എന്ന് പറയുന്നത് എന്താ, WX × x/2, WX² 2 എന്നാണ് അതിൻ്റെ ഇക്വേഷൻ വരിക. അപ്പോൾ അറ്റ് x = 0, അതായത് ഫ്രീ എൻഡിൽ x എന്ന് പറയുന്നത് 0 ആകുമ്പോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അറ്റ് x = L, ഫിക്സഡ് എൻഡിൽ x = L ആണ്. സോ മൊമെന്റ് = -WL² 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു പരാബോള ആയിരിക്കും. പരാബോള 0 അറ്റ് ദി ഫ്രീ എൻഡ്, -WL² 2 എന്ന് പറയുന്നത് ഫിക്സഡ് എൻഡിലും വരും. അടുത്ത ടൈപ്പ് കാൻറ്റിലിവർ വിത്ത് ഗ്രാജുവലി വാരിങ് ലോഡ്. ഗ്രാജുവലി വാരിങ് ലോഡിൽ എങ്ങനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് വരിക? ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഡയഗ്രത്തിലത്തെ ഏരിയ, അതാണ് അതിൻ്റെ ലോഡ് എന്ന് പറയുന്നത് അതിൽ വരുന്നത്. സോ ഇതിൽ പറയുന്നത് W0 എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നത് B എന്നുള്ള എൻഡിലും W എന്നുള്ള ലോഡ് ആക്ട് ചെയ്യുന്നത് A എന്ന എൻഡിലുമാണ്. അപ്പോൾ അങ്ങനെ ഒരു വാരിയിങ് ലോഡാണ് അതിൽ പറയുന്നത്. സോ നമ്മൾ ഇതിൽ കണ്ടുപിടിക്കാൻ പോകുന്നത് അറ്റ് X എന്നൊരു സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന ലോഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അറ്റ് L = A, L എന്ന ഡിസ്റ്റൻസിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത് W ആണ്. സോ X എന്ന ഡിസ്റ്റൻസിൽ വരുന്ന ലോഡ് എത്രയായിരിക്കും? W × x/L ആയിരിക്കും. L എന്ന ഡിസ്റ്റൻസിൽ വരുന്ന ലോഡ് W ആണെങ്കിൽ X എന്ന ഡിസ്റ്റൻസിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത് WX/L ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചത് ഹാഫ് BH എന്നായിരിക്കും ട്രയാങ്കിളുടെ ഏരിയ. സോ ½ × WX/L × X, അതാണ് അവിടെ ആക്ട് ചെയ്യണ ലോഡ് എന്ന് പറയുന്നത്. സോ FX ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? WX² 2L എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കണേ എന്ത് ചെയ്യണം? X = 0 കൊടുക്കുക, X = L കൊടുക്കുക. X = 0 കൊടുക്കുമ്പോൾ ഷിയർ ഫോഴ്സ് 0 എന്ന് കിട്ടും. X = L എന്ന് കൊടുക്കുമ്പോൾ ഷിയർ ഫോഴ്സ് WL/2 എന്ന് കിട്ടും. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു പരാബോള തന്നെയായിരിക്കും. ഫ്രീ എൻഡിൽ 0 ഫിക്സഡ് എൻഡിൽ WL/2 ആയിരിക്കും. ഇനി മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസിനാണ് മൊമെന്റ് എന്ന് പറയുന്നത്. സോ മൊമെന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് WX² 2L ആണ്. അതിലേക്കുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? അതെന്ന് പറയുന്നത് x/3 ആയിരിക്കും. സോ WX² 2L × x/3. അപ്പോൾ മൊമെന്റ് എന്ന് പറയുന്നത് WX³ 6L എന്ന് കിട്ടും മൊമെന്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഡയഗ്രം വരയ്ക്കണമെങ്കിൽ X = 0 X = L കൺസിഡർ ചെയ്യുക. X = 0 കൺസിഡർ ചെയ്യുമ്പോൾ മൊമെന്റ് 0 എന്ന് കിട്ടും. X = L കൺസിഡർ ചെയ്യുമ്പോൾ മൊമെന്റ് WL² 6 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്ന് പറയുന്നത് എന്താ? ഒരു ക്യൂബിക് പരാബോള വിത്ത് 0 അറ്റ് ദി ഫ്രീ എൻഡ്, WL² 6 എന്ന് പറയുന്നത് ഫിക്സഡ് എൻഡിലും. അങ്ങനെയുള്ള ഒരു ക്യൂബിക് പരാബോളയാണ് നമുക്കതിൽ കിട്ടുക. അപ്പോൾ ഇതിൽ ഡെറിവേഷനൊന്നും പഠിക്കണമെന്നില്ല, എല്ലാത്തിൻ്റെയും ഫോർമുല ഒന്ന് ഓർത്ത് വയ്ക്കുക. നമുക്കിത് മനസ്സിലാക്കുന്ന സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫോർമുലാസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഫോർമുലയാണ് സാധാരണ ചോദിക്കാറ് PSC എക്സാമിനൊക്കെ. ഡയഗ്രാം ചോദിക്കാറുണ്ട്, എങ്ങനെയായിരിക്കും അതിൻ്റെ ഷേപ്പ്? ക്യൂബിക് പരാബോളയാണോ റെക്റ്റാങ്കിൾ ആണോ? അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാലാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. വാല്യൂസ് എന്തൊക്കെയാണ് വരുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അങ്ങനെ മാറി ചോദിക്കാറുണ്ട്. കാൻറ്റിലിവർ വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന് എങ്ങനെയാണ്? കാൻറ്റിലിവർ വിത്ത് വാരിങ് ലോഡ് എങ്ങനെയാണ്? സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് ലോഡ് എങ്ങനെയാണ്? അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് മാറി ചോദിക്കുന്നത്. അതിൻ്റെ ഡയഗ്രത്തിൻ്റെ ഷേപ്പ് എന്താണ്? ഓക്കെ, അപ്പോൾ അതെല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് പോയിന്റ് ലോഡാണ്. എങ്ങനെയാണ് സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് പോയിന്റ് ലോഡ് വരുമ്പോൾ വരുന്ന ഷിയർ ഫോഴ്സ് എന്താണ്? ബെൻഡിങ് മൊമെന്റ് എന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് ഞാൻ പറഞ്ഞല്ലോ, രണ്ട് എൻഡിൽ സപ്പോർട്ട്സ് ഉണ്ടാവും. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നത് സെൻട്രലായിരിക്കും. അപ്പോൾ നമ്മുടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? W ആക്ട് ചെയ്യുന്നത് സെൻട്രലാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് എൻഡിലും റിയാക്ഷൻസ് ഉണ്ടാവുമല്ലോ. രണ്ട് സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ രണ്ട് റിയാക്ഷൻസ് ഉണ്ടാവും. സോ RB എന്ന് പറയുന്ന രണ്ട് റിയാക്ഷൻസ് ഉണ്ടാവും. അത് ഈക്വലി ഡിവൈഡ് ചെയ്ത് പോകും. W/2 എന്ന് ഈക്വലി അത് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം എങ്ങനെ വരും? ലെഫ്റ്റ് സൈഡിൽ W/2 പോസിറ്റീവ് വരില്ല. ഞാൻ പറഞ്ഞു ലെഫ്റ്റ് സെക്ഷൻ അനുസരിച്ച് ലെഫ്റ്റ് ഡൗൺവേർഡും റൈറ്റ് അപ്വേർഡും പോസിറ്റീവാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ലെഫ്റ്റ് ഡയഗ്രാം പോസിറ്റീവും കിട്ടും, റൈറ്റ് ഡയഗ്രാം നെഗറ്റീവും കിട്ടും. അങ്ങനെ ഷിയർ ഫോഴ്സ് W/2 വരും. ഓക്കെ, ഇനി അതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുമ്പോൾ നമ്മുടെ ലോഡ് ഞാൻ പറഞ്ഞു W/2 ആണ് ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ. അതിൽ W/2 ആക്ട് ചെയ്യുന്നത് അതിൻ്റെ ഡയഗ്രാം എന്ത് പറയും? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. W/2 എന്നുള്ള ലോഡ് ആക്ട് ചെയ്യുന്നത് ഇൻറ്റു L/2 എന്ന് പറയുന്നത് നേരെ സെൻറ്ററിലേക്കല്ല ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം മൊമെൻറ്റ് സെൻറ്ററിലാണ് വരുന്നത്. സോ W/2 × L/2, W L/4 എന്ന് കിട്ടും അതിൻ്റെ മൊമെൻറ്റ്.
മൊമെൻ്റ് എന്ന് പറയുന്നത് WL/4 എന്ന് വരും. അതായത് മൊമെൻ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അതായത് RA × X എന്ന് വരും. RA എന്ന് പറയുന്നത് എന്താ W/2 ഇൻറ്റു ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് L/2. സോ WL/4 എന്നായിരിക്കും അതിൻ്റെ സെൻട്രൽ മൊമെൻറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഈക്വലി രണ്ട് ഫോഴ്സുകൾ W/2 ലെഫ്റ്റും റൈറ്റും ഉണ്ടാവും. ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ഒരു ട്രയാങ്കിൾ ആയിരിക്കും. സെൻട്രലിൽ അതിൻ്റെ ഓർഡിനേറ്റ് WL/4 എന്താണ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരിക. രണ്ട് സൈഡിൽ സപ്പോർട്ട് എയിലും ബിയിലും 0 ആയിരിക്കും അതിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരികയാണെങ്കിൽ WL എന്ന് പറയുന്നതാണ് അതിൻ്റെ ലോഡ് വരിക അല്ലേ. മൊത്തം W/മീറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് WL ആണ്. WL ടോട്ടൽ ലോഡ് വരികയാണെങ്കിൽ RAയും RB എന്ന് പറയുന്നത് ഈക്വലി റിയാക്ഷൻസ് ആണ്. അതെന്ന് പറയുന്നത് ഈക്വലി ഡിവൈഡ് ചെയ്ത് പോകും. RA എന്ന് പറയുന്നത് WL/2, RB എന്ന് പറയുന്നത് WL/2 ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് WL/2 എന്നുള്ളത് രണ്ട് സൈഡിലേക്കും വരും അല്ല, ലെഫ്റ്റിലേക്കും വരും റൈറ്റിലേക്കും വരും ഈക്വലി. ഇനി അതിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് എന്താ? WL/2 ഇൻറ്റു എന്നുള്ള ഡിസ്റ്റൻസ്, അതായത് ഫോഴ്സ് ഇൻറ്റു അതിലേക്കുള്ള ഡിസ്റ്റൻസ്. സെൻറ്ററിലേക്കാണെങ്കിൽ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര വെച്ച് കഴിഞ്ഞാൽ അതാണ് ആക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് അറ്റ് RA × X വരും. റിയാക്ഷൻസ് RA എന്നുള്ള ലോഡ് RA ഇൻറ്റു അറ്റ് സെക്ഷൻ X ആണ് കൺസിഡർ ചെയ്യുന്നത്. RA × X മൈനസ് അതിലേക്കുള്ള ലോഡ് WX ഇൻറ്റു ആക്ട് ചെയ്യുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് X/2. അപ്പോൾ RA × X മൈനസ് W × X² എന്ന് വരും. അപ്പോൾ അതിൽ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന് കിട്ടും. 0 എന്നുള്ള ഏരിയയിലുള്ള മൊമെൻറ്റ് 0 എന്ന് കിട്ടും. അറ്റ് X = L/2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്, അതായത് സെൻറ്ററിലുള്ള മൊമെൻറ്റ് WL²/8 എന്ന് കിട്ടും. അറ്റ് X = L എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻഡിലുള്ള മൊമെൻറ്റും അറ്റ് X = L കൊടുത്തു കഴിഞ്ഞാൽ എൻഡിലുള്ള മൊമെൻറ്റും നമുക്ക് 0 എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. സോ അതിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് രണ്ട് എൻഡിൽ 0 വരും, സെൻറ്ററിൽ WL²/8 വരും. അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എങ്ങനെ വരും? രണ്ട് എൻഡിൽ 0, സെൻറ്ററിൽ WL²/8 അതായിരിക്കും അതിൻ്റെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കാൻഡിലിവർ വിത്ത് ബീം വിത്ത് പോയിന്റ് ലോഡ് പഠിച്ചു, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് പറഞ്ഞു, വാരിങ് ലോഡ് പറഞ്ഞു, സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡും പോയിന്റ് ലോഡും പറഞ്ഞു. ഇനി നമുക്ക് ഇതിനൊന്ന് സോർട്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെ ഡയഗ്രാം വരുന്നതെന്നല്ലേ. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ഒക്കെ എങ്ങനെയാണ് വരുന്നത് ഒന്ന് നോക്കി വെക്കുക. ഇതിൻ്റെയൊക്കെ ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത്? ആദ്യത്തേതെന്ന് പറഞ്ഞാൽ സിംപ്ലി സപ്പോർട്ട് വിത്ത് പോയിന്റ് ലോഡ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം പറഞ്ഞ് ഈക്വലി ആയിരിക്കില്ല, ഈക്വലി റെക്റ്റാങ്കിൾ ആയിരിക്കും രണ്ട് സൈഡിൽ വരുന്നത്. അതിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് ലീനിയർ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ, ലീനിയർ ആയിട്ടുള്ളതായിട്ട് അതിൻ്റെ മൊമെൻ്റ് വരുന്നത്. ഇനി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുമ്പോൾ ഷിയർ ഫോഴ്സ് രണ്ട് റെക്റ്റാങ്കിൾ, രണ്ട് സൈഡിൽ ലീനിയർ ആയിട്ടാണ് അത് വാരി ചെയ്യുന്നത്. അതിന് മൊമെൻ്റ് ഡയഗ്രാം പരാബോളിക് ആയിരിക്കും. അതുപോലെ തന്നെ സിംപ്ലി സപ്പോർട്ട് ബീം വിത്ത് വാരിങ് ലോഡ് വരുമ്പോൾ അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം തന്നെ പരാബോളിക് ആയിരിക്കും. ഈക്വലി തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് രണ്ട് സൈഡിലേക്ക്, അത് പരാബോളിക് ആയിരിക്കും. മൊമെൻ്റ് എന്ന് പറയുന്നത് ക്യൂബിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ബീം എന്താണെന്ന് പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്പോർട്ട്സിനെ കുറിച്ച് പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡുകൾ പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീമുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് എന്താ, ബെൻഡിങ് മൊമെൻ്റ് എന്താണെന്ന് പറഞ്ഞു, ഡിഫറെൻറ്റ് ബീംസിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.